നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറഞ്ഞും കൂടിയും സ്വർണ്ണവില ഒരു ചാഞ്ചാട്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ്. ഈ വർഷം പകുതിയാകുമ്പോഴേക്കും സ്വർണ്ണവില 1.5 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെയും ഇന്നുമുള്ള സ്വർണ്ണവിലയിലെ കയറ്റം. ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ, ആഗോള കടത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ, കേന്ദ്ര ബാങ്കിന്റെ സ്ഥിരമായ വാങ്ങലുകൾ എന്നിവയൊക്കെയാണ് ഇന്ത്യയിൽ സ്വർണ്ണവില ഉയരാൻ കാരണം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന് 1,20,800 രൂപയാണ് ഇന്നത്തെ വിപണി വില. 22 ക്യാരറ്റ് 1 ഗ്രാമിന് 15,100 രൂപയും 290 രൂപയുടെ വർധനമാണ് ഗ്രാമിന് ഉണ്ടായിട്ടുള്ളത്. ഒരു പവൻ ഇന്ന് ഒറ്റയടിക്ക് 2,320 രൂപയുടെ വർധനമുണ്ടായി. 18 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 12,405 രൂപയാണ് ഇന്നത്തെ വിപണി വില. 240 രൂപയാണ് ഇന്ന് ഗ്രാമിന് വർദ്ധിച്ചത്. ഒരു പവന് ഇന്ന് 99,240 രൂപയാണ്. 1920 രൂപയുടെ വർധനമാണ് പവന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ 1 ഗ്രാമിന് 280 രൂപയും 10 ഗ്രാമിന് 2,800 രൂപയുമായിരുന്നു വെള്ളി വില. ഇന്ന് 1 ഗ്രാമിന് 295 രൂപയും 10 ഗ്രാമിന് 2,950 രൂപയുമായിട്ടുണ്ട്. വെള്ളിവിലയിലും ഇന്ന് വർധനമുണ്ട്. മാർച്ച് മാസം സ്വർണ്ണവിലയിൽ എന്തും സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുക കൂടിയാണ് വിപണി. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വേഗത്തിലുള്ള ഉയർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ ചെറിയ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വിലക്കയറ്റത്തിന് ശേഷം ലാഭമെടുക്കൽ നടക്കുന്നതിനാൽ വിലയിൽ അല്പം ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് താൽക്കാലികവുമായിരിക്കും. അടുത്ത 12 മാസത്തിനുള്ളിൽ കോമെക്സ് സ്വർണത്തിന്റെ വില ഔൺസിന് 6,000-ലേക്ക് എത്തുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ഇത് ആഭ്യന്തര വിപണിയിൽ ഏകദേശം 10 ഗ്രാമിന് 1.85 ലക്ഷം രൂപയോളം വില വരും. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചാൽ ഇടത്തരം കാലയളവിൽ സ്വർണ്ണവില ഔൺസിന് 7,500-ലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. സ്വർണത്തിന്റെ ദീർഘകാല കാഴ്ചപ്പാട് പോസിറ്റീവായി തുടരും. ആഗോള കരുതൽ ശേഖരം ഡോളർ കേന്ദ്രീകൃത അസറ്റുകളിൽ നിന്ന് വൈവിധ്യവൽക്കരിക്കപ്പെടുന്നതിനാലും ഭൗതിക സ്വർണത്തിന്റെ ലഭ്യത പരിമിതമാക്കുന്നതിനാലും വിലകൾക്ക് ശക്തമായ പിന്തുണ ലഭിക്കുമെന്നാണ് മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസിന്റെ കമ്മോഡിറ്റീസ് റിസർച്ച് വിഭാഗം മേധാവി നവനീത് ദമാനിയെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മുന്നേറ്റം പണപ്പെരുപ്പ് മാത്രമല്ല, സാമ്പത്തിക ധനപരമായ സംവിധാനങ്ങളിലുള്ള വിശ്വാസത്തിന്റെ കുറവും കൂടിയാണ് നയിക്കുന്നതെന്നും ദമാനി കൂട്ടിച്ചേർത്തു. യഥാർത്ഥ പലിശ നിരക്കുകൾ 2023-നും 2025-നും ഇടയിൽ പോസിറ്റീവായിരുന്നിട്ടും സ്വർണ്ണവില ഉയർന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. സാധാരണയായി ഈ സാഹചര്യത്തിൽ വില കുറയുകയാണ് പതിവ്. സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ധനപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പരമാധികാരമില്ലാത്ത പണം എന്ന നിലയിൽ സ്വർണത്തിന്റെ പങ്ക് പ്രാധാന്യം നേടിയെന്നും ദമാനി വിലയിരുത്തി. ഇത് സ്വർണത്തിന്റെ ആവശ്യകതയിൽ ഒരു ഘടനാപരമായ മാറ്റത്തിനും കാരണമായി. ആഗോളതലത്തിൽ ഭൗതിക സ്വർണത്തിന്റെ ലഭ്യതയിലുള്ള കുറവും വിലകളെ സ്വാധീനിക്കുന്നുണ്ട്. പരിമിതമായ ഖനനം, പ്രധാന എക്സ്ചേഞ്ചുകളിലെ കുറഞ്ഞ ശേഖരം, വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവുകൾ എന്നിവയെല്ലാം വിലയേറിയ ലോഹങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. ആഭ്യന്തര തലത്തിൽ രൂപയുടെ മൂല്യത്തകർച്ചയും ശക്തമായ റീറ്റെയിൽ ആവശ്യകതയും സ്വർണ്ണവിലയെ കൂടുതൽ പിന്തുണച്ചു. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഇടിവിന് ശേഷം വീണ്ടും പണമൊഴുക്കും വർദ്ധിച്ചു. വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 4 വർഷത്തോളം തുടർച്ചയായി പ്രതിവർഷം ഏകദേശം 1000 ടൺ സ്വർണ്ണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടുന്നത്. കരുതൽ ശേഖരത്തിന്റെ വൈവിധ്യവൽക്കരണം, പരിമിതമായ വിതരണ വളർച്ച, നിലവിലുള്ള ആഗോള സാമ്പത്തിക അസ്ഥിരത എന്നിവയാൽ സ്വർണം ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ല പിന്തുണയോടെ തുടരുമെന്നാണ് മോത്തിലാൽ ഓസ്വാൾ വിലയിരുത്തുന്നത്. ഇന്നൊരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് 1,30,000 രൂപ ചിലവ് വരും. ആഭരണത്തിന് പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും നൽകേണ്ടതുണ്ട്. എല്ലാം ചേരുമ്പോഴാണ് ഈ വിലയിൽ എത്തുക. കുറഞ്ഞ പണിക്കൂലി 5%, GST 3%. സ്വർണ്ണവില കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായി പണിക്കൂലിയും GSTയും വർദ്ധിക്കും. ഇന്നൊരു പവൻ ആഭരണം വിൽക്കുന്ന വ്യക്തിക്ക് 1,20,000 രൂപ കിട്ടിയേക്കും. തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് ജ്വല്ലറികൾ പഴയ സ്വർണം തിരിച്ചെടുക്കുക. വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ വിൽക്കുന്നതാണ് നല്ലത്. സ്വർണം വാങ്ങുമ്പോൾ അധികമായി നൽകുന്ന പണിക്കൂലിയും GSTയും എല്ലാം വിൽക്കുന്ന വേളയിൽ നഷ്ടമാകും. ഒരു പവൻ പഴയ സ്വർണം വിൽക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപയാണ് ഉപഭോക്താവിന് നഷ്ടം വരിക.
വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടുമെന്നാണ് പ്രവചനങ്ങൾ. അമേരിക്കയും ഇറാനും കൊമ്പ് കോർക്കുന്നതും സ്വർണത്തിന് ആവശ്യക്കാർ കൂടുന്നതും അമേരിക്കയുടെ താരിഫ് നയവുമെല്ലാം സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നുണ്ട്. ലോകത്തെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങളും സ്വർണ്ണവിലയെ നല്ല രീതിയിൽ തന്നെ മാറ്റുന്നുണ്ട്. ഏതായാലും ഇനിയും വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില അധികമാവാനുള്ള സാധ്യത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നത്.